എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹാങ്കറുമായിട്ടാണ്. നമ്മൾ എല്ലാവരും വീട്ടിൽ ഹാങ്ങേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. തുണികളൊക്കെ ഉണക്കാനും അതല്ലെങ്കിൽ അലമാരിയിലൊക്കെ ഷർട്ടുകൾ അല്ലെങ്കിൽ അതുപോലുള്ള തുണികളൊക്കെ എടുത്ത് വെക്കാനാണ് നമ്മൾ മെയിനായിട്ടും ഈ ഹാങ്ങേഴ്സ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഹാങ്ങർ വെച്ചിട്ട് നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഹാങ്ങർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഹാങ്ങർ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഹാങ്ങർ വെച്ചിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഹാങ്ങർ വെച്ചിട്ട് ഒരു ഷോൾ ഓർഗനൈസറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങേഴ്സ് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെയൊക്കെ ഹാങ്ങേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഹാങ്ങേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങർ വെച്ചിട്ട് സ്റ്റോൾ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഷോളുകളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഷോളുകളൊക്കെ നമ്മൾ കൂടുതലും അലമാരിയിൽ മടക്കി വയ്ക്കുകയാണ് വെക്കാറ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഹാങ്ങേഴ്സ് യൂസ് ചെയ്തിട്ട് ഷോളുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഷോൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഷോളെടുത്തിട്ട് ഷോളിൻ്റെ രണ്ടറ്റവും കൂട്ടി മടക്കുക, ഒരേ ലെങ്ത്ത് വരുന്ന രീതിയിൽ ഒന്ന് മടക്കുക. അതിനുശേഷം ഒരറ്റം എടുത്തിട്ട്, അതായത് നടുക്കത്തെ ഭാഗം എടുത്തിട്ട് ഹാങ്ങറിൻ്റെ ഉള്ളിലേക്ക് ആക്കി ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഹാങ്ങേഴ്സിൽ ഷോളുകൾ നല്ലോണം സ്റ്റിഫായിട്ട് ഇരുന്നോളൂ, അത് ഊരിപ്പോവൊന്നുമില്ല. അപ്പോൾ ഷോളുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് വളരെ നല്ലൊരു മാർഗ്ഗമാണ് ഈ ഹാങ്ങേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. നമ്മൾ കടകളിലൊക്കെ ആ ഒരു ഡിസ്പ്ലേയിൽ ഇതുപോലെ ഹാങ്ങറിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. കോട്ടൺ ഷോളുകളാണെങ്കിൽ ഈ മെത്തേഡ് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം കോട്ടൺ ഷോളുകളിൽ ചുളിവ് വരും. അപ്പോൾ കോട്ടൺ അല്ലാത്ത മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇങ്ങനത്തെ ഷോളുകളൊക്കെ ആകുമ്പോൾ അങ്ങനെ ചുളിവൊന്നും വീഴില്ല. കോട്ടൺ ആകുമ്പോൾ ആ മെറ്റീരിയൽ പ്രത്യേകത ഉണ്ട്, ആ തുണിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അതിൽ ചുളിവുകൾ വീഴുന്നത്. അപ്പോൾ കോട്ടൺ ഷോളുകൾ അല്ലെങ്കിൽ സിൽക്കിൻ്റെ ഷോളുകളൊക്കെ എപ്പോഴും മടക്കി വെക്കുന്നതാണ് നല്ലത്. അല്ലാതെയുള്ള ഷോളുകളൊക്കെ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് 4-5 ഷോളുകൾ ഒരു ഹാങ്ങറിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഹാങ്ങർ എവിടെയെങ്കിലും അലമാരിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് തൂക്കിയിടാം. അപ്പോൾ അധികം സ്ഥലമൊന്നും എടുക്കില്ല. മടക്കി വയ്ക്കുമ്പോൾ കുറച്ച് സ്ഥലം വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അധികം സ്ഥലമൊന്നും എടുക്കില്ല. ഈസി ആയിട്ട് നമുക്ക് ഷോളുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മടക്കുകയൊന്നും ചെയ്യാതെ ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഷോളുകൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിരിച്ചിട്ട്, അതായത് തുണികളൊന്ന് പിരിച്ചിട്ട് നമുക്ക് ഹാങ്ങറിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ഷിഫോൺ ഷോളാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വൃത്തികേടായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്തൊന്നും നിൽക്കില്ല, കുറച്ചും കൂടി ഒതുങ്ങി നിൽക്കും. അപ്പോൾ ഷോൾ വെച്ചിട്ട് നമുക്ക് ഹാങ്ങറിൽ ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പും ഹാങ്ങറായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള ക്ലിപ്പുകളൊക്കെ ഹാങ്ങറിൽ തൂക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് തുണി ഇടാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു തുണികളൊക്കെ ഉണക്കാനായിട്ട് ഇങ്ങനെ ഹാങ്ങറിൽ ക്ലിപ്പുകൾ തൂക്കിയിട്ടിട്ട് അതിൽ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ തുണികളൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഉണക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഉണക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ ഹാങ്ങേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. അതിനൊരു 200-300 രൂപയൊക്കെ വില വരും. പക്ഷെ നമ്മൾ ഹാങ്ങർ യൂസ് ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ക്ലിപ്പിൻ്റെ പൈസയും അതുപോലെ ഹാങ്ങറിൻ്റെ പൈസയും മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ 2 സാധനങ്ങൾ മിക്ക വീടുകളിലും തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചീപ്പായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. ഇനി നമുക്ക് ഹാങ്ങർ വെച്ചിട്ടുള്ള അടുത്ത മെത്തേഡ് നോക്കാം. ഇനി നമ്മൾ ഹാങ്ങർ വെച്ചിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഹാങ്ങറും ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേയും വെച്ചിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഹാങ്ങർ എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീലിൻ്റെ ഹാങ്ങറാണ്. അപ്പോൾ ഇത് പഴയ ഒരു ഹാങ്ങറാണ്. അപ്പോൾ പഴയ ഹാങ്ങേഴ്സൊക്കെ നമ്മൾ ഉപേക്ഷിച്ചത് വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇതുപോലുള്ള ടെക്നിക്കുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങറിൻ്റെ താഴത്തെ ഭാഗത്തിന് വീതി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റോറേജ് ബാസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് അത്ര പെർഫെക്റ്റ് ആവില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങർ എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സ്റ്റോറേജ് ബാസ്ക്കറ്റ് നിങ്ങൾ എന്ത് ട്രേ ആണോ ഉപയോഗിക്കുന്നത് ആ ട്രേയിൽ ഫിറ്റ് ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. അപ്പോൾ താഴത്തെ ഭാഗത്ത് അധികം വീതിയില്ലാതെ ഉരുണ്ട് വരുന്ന
പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങറൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ബാസ്ക്കറ്റുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ഈ ഹാങ്ങേഴ്സിൻ്റെ രണ്ടറ്റത്തും ഓരോ കെട്ടുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ രണ്ടറ്റം ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് കെട്ടുക. അപ്പോൾ ഹാങ്ങറിൽ ആദ്യം കെട്ടിട്ട് കൊടുത്ത ശേഷം വേണം നമ്മൾ ബാസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബാസ്ക്കറ്റിലും കെട്ടിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹാങ്ങറിൻ്റെ താഴത്തെ രണ്ട് അറ്റത്തും ഓരോ കെട്ടുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയിൽ നല്ല ബലത്തിൽ തന്നെ കെട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ട് സൈഡിലും. അപ്പം ഇങ്ങനെ രണ്ട് ഹാങ്ങറിലും ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഹാങ്ങർ നമ്മൾ സ്റ്റോറേജ് ബാസ്ക്കറ്റിൽ വെച്ച് ഒന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ തൂക്കിയിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാനപ്പോൾ ഇതുപോലുള്ളൊരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ട്രേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് മടങ്ങിയിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാങ്ങർ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അല്ലാത്ത ട്രേ ആണെങ്കിൽ ഹാങ്ങർ വെച്ചിട്ട് അത്ര സക്സസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ രണ്ട് സൈഡിലും ഹാങ്ങർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കെട്ടിയെടുക്കണം. അപ്പം നമ്മൾ ഓൾറെഡി ഹാങ്ങറിൽ കെട്ടിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കെട്ടിടാനായിട്ട് ഇനി വളരെ എളുപ്പമായിരിക്കും. അധികം ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തുളകൾ അല്ലെങ്കിൽ ഹോളുകളൊന്നും ഇല്ലാത്ത ട്രേ ആണെങ്കിൽ ജസ്റ്റ് ഒരു കമ്പി വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് ഒരു തുള ഇട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ കെട്ടിയെടുക്കുകയാണെങ്കിൽ അതും നമുക്ക് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അലമാരിയിൽ തുണികളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാം. ചെറിയ അലമാരിയൊക്കെ ആണെങ്കിൽ അതിലിങ്ങനെ റെയിലിങ്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സ്ഥലത്ത് ഷർട്ടുകളോ അല്ലെങ്കിൽ നീളമുള്ള സാധനങ്ങളൊന്നും തൂക്കിയിടാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലുള്ള ബോക്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗവും അല്ലെങ്കിൽ ആ സ്പേസും നല്ല ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനത്തെ ഹാങ്ങിങ് ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളോ അതും അല്ലെങ്കിൽ കുട്ടികളുടെ ടോയ്സ് ബുക്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്. എനിക്ക് ഉപയോഗിച്ചിട്ട് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ഐറ്റമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഹാങ്ങേഴ്സൊക്കെ ഉപയോഗിച്ച് ബാസ്ക്കറ്റ് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്തും ഹാങ്ങറുകളായതുകൊണ്ട് തന്നെ ഇത് കൊളത്തിയിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും റെയിലിങ്ങിൽ കൊളത്തിയിടാം. അതും അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഹാങ്ങറിൽ കൊളത്തിയിട്ട് നമ്മളിടുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ഥലമൊന്നുമില്ല, അധികം നീളത്തിലധികം സ്ഥലമൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹാങ്ങേഴ്സിൽ കൊളത്തിയ ശേഷം നമുക്ക് കൊളത്തിയിടാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇതുപോലെ അലമാരിയിൽ കൊളത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട ടർക്കി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വയ്ക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്പേസ് വെറുതെ കിടക്കുകയായിരുന്നു, ഒന്നും ഇടാനൊന്നും പറ്റില്ല. കാരണം ഇത്തിരി സ്പേസ് കുറവുള്ളൊരു ചെറിയൊരു ഷെൽഫാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷർട്ടോ അല്ലെങ്കിൽ സാരി അതുപോലുള്ള സാധനങ്ങളൊന്നും തൂക്കിയിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഹാങ്ങേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഭാഗത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹാങ്ങർ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിനു മുമ്പും ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന കിച്ചൺ ടിഷ്യൂവിൻ്റെ റോൾസൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഹാങ്ങറിൽ കൊളത്തിയിടുവാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് ഒന്നും നഷ്ടപ്പെടില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഹാങ്ങറിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങർ ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടിഷ്യൂ കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും കൊളത്തിയിടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ ആവശ്യങ്ങൾക്കുള്ള എന്ത് ടിഷ്യൂ ആയിക്കോട്ടെ, മൈക്രോ ഫൈബറിൻ്റെ ടിഷ്യൂ അതും അല്ലെങ്കിൽ സാധാരണ പേപ്പർ ടിഷ്യൂ, എന്ത് ടിഷ്യൂ വേണമെങ്കിലും നമുക്കിതുപോലെ കൊളത്തിയിടാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വെറുതെ കിച്ചൺ ടവൽസും ഇങ്ങനെ തന്നെ കൊളത്തിയിടാം. അപ്പോൾ അതിന് ഹാങ്ങേഴ്സ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ നമുക്ക് തൂക്കിയിടാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഹാങ്ങേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഫാൻ ക്ലീൻ ചെയ്യാനുള്ള മോപ്പും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഫാൻ ക്ലീൻ ചെയ്യുന്ന ഒരു മോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാങ്ങർ യൂസ് ചെയ്തിട്ടാണ് ആ മോപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിങ്ങനെ ഹാങ്ങറിൽ തുണികൾ ചുറ്റിയിട്ട് ഒരു കോലിൽ കെട്ടുകയാണെങ്കിൽ നമുക്ക് ഫാനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഹാങ്ങർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹാങ്ങർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാഗസിൻ ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഹാങ് ചെയ്തിടുന്ന രീതിയിൽ നമുക്ക് മാഗസിൻ ഹോൾഡർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഹാങ്ങറിൽ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ മാഗസിനുകൾ തൂക്കിയിടാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ബിൽസ് പേപ്പേഴ്സൊക്കെ അങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിലും ചെയ്യാം. അതും അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും കിച്ചണിൽ റെസിപ്പീസോ അതുപോലെ എന്തെങ്കിലും
എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഹാങ്ങറിൽ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് അതും എളുപ്പമായിരിക്കും. അതുപോലെ നമ്മൾ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തീരുമ്പോൾ നമ്മൾ അത് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്ന ലിസ്റ്റുകൾ നമുക്ക് ഇതുപോലെ ഹാങ്ങറിൽ തൂക്കിയിടുകയാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ ഹാങ്ങർ വെച്ച് നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. സാധാരണ വെറുതെ തുണി ഉണക്കാൻ മാത്രമല്ല, അല്ലാതെ നമുക്ക് ഹാങ്ങറുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.